തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനം. 4 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അമൽ, മിഥുൻ, അലൻ, വിധു എന്നിവർക്കെതിരെയാണ് കേസ്. കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന് ഇറങ്ങാത്തതാണ് മർദ്ദന കാരണം. AV ജയശങ്കർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കെതിരെയുള്ള പരാതി അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ സംഭവം എന്താണ്? ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ SFI ഭാരവാഹികളാണോ? കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ മർദ്ദനമുണ്ടാകുന്നത്. ഈ കോളേജിലുമായി ബന്ധപ്പെട്ട യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാത്തതിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിൽ കലാശിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ തന്നെ യൂണിയൻ ഓഫീസിൽ കൊണ്ടുപോയാണ് ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ 4 SFI പ്രവർത്തകർ ചേർന്ന് മർദ്ദിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരവും ഈ ഭിന്നശേഷി അവകാശ നിയമപ്രകാരവും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. കോളേജിലെ തന്നെ വിദ്യാർത്ഥികളായ അമൽ, മിഥുൻ, അലൻ ഉള്ളവർക്കെതിരെയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും ഈ സമാനമായ SFI സംഘടനയിൽ തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭവമുള്ള കുട്ടിയാണെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. നാട്ടിൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുകയും കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹകരിക്കാത്തതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് FIR പറയുന്നത്. എന്തായാലും പോലീസ് ഈ മർദ്ദനത്തിനെതിരെ പരാതിയിൽ കർശനമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഗോകുൽ, ശരി. യൂണിവേഴ്സിറ്റി കോളേജിൽ നേരത്തെയും ഇത്തരത്തിൽ മുമ്പ് ശിവരഞ്ജിത്തിൻ്റെയൊക്കെ സംഭവം അറിയാം. SFI പ്രവർത്തകനെ തന്നെ കുത്തിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് നേരെയാണ് ഈ മർദ്ദനം. 4 SFI പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. യൂണിയൻ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്നാരോപിച്ചാണ് ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ യൂണിയൻ റൂമിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ചത്.